പ്രകാശ് വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുതലമൂക്ക് എന്ന് പറയുന്ന ഈ ചെടിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ മുതലമൂക്ക് എന്ന് വിചാരിക്കേണ്ടാവും. ഹോർത്തോസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ബുക്കിലെ പഴയ കാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള മുതലമൂക്ക് എന്ന് പറയുന്ന ഈ ചെടി എന്തിനൊക്കെ ഉപയോഗിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാദം, അസഖ്യമായിട്ടുള്ള കാലുവേദന, കൈപുകച്ചിൽ, കാലുപുകച്ചിൽ, അങ്ങനെയുള്ള വാദങ്ങൾക്കെല്ലാം തന്നെ ഇത് സമൂലം ചതച്ച് ഇതിൻ്റെ നീരെടുത്തിട്ട് നിങ്ങൾക്ക് വേപ്പെണ്ണയിലോ മരോട്ടിണ്ണയിലോ പുന്നക്കെണ്ണയിലോ നിങ്ങൾക്ക് തൈലം കാച്ചാമെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മെഡിസിനാണ് മുതലമൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പഴയ കാലത്ത് വിദേശീയർ തന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് കണക്കെടുക്കപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ വിദേശീയമായിട്ടുള്ള മരുന്നുകൾ, നാട്ടിലുള്ള മരുന്നുകളെല്ലാം തന്നെ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഹോർത്തോസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ബുക്ക്. അതിൽ പരാമർശിക്കുന്ന മുതലമൂക്ക് എന്ന് പറയുന്ന ഈ ചെടി ഒരു 2-3 വിഭാഗം കൊണ്ട് തണ്ടിന് ചുവപ്പുണ്ടാവും. അപ്പൊ ഇതെല്ലാം തന്നെ ആൾക്കാർ വെറുതെ കളസത്യങ്ങളായിട്ട് വെട്ടിക്കളയാണ്. അപ്പൊ എല്ലാവരും ഇത് നിങ്ങൾ മരുന്നുകളിൽ ഉപയോഗിക്കുക. ഉദര സംബന്ധമായ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കും. നിങ്ങൾക്ക് വയറ്റിലേക്ക് വല്ല ആസറ്റോ അതുപോലുള്ള പൊള്ളലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന്റെ നീരകത്തേക്ക് കഴിക്കുക. ഒരു 10 ml 15 ml ഒക്കെയാണ് അകത്തേക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അമിത മാത്രയിലൊന്നും കഴിക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ഇട്ട് വരെ നമസ്കാരം.